മാസം സമാഗതമായിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ അമലുകൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ ഒരു 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ സൽക്രമം അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന പോലെ, ആ 10 ദിവസങ്ങളിലെ സൽക്രമം അല്ലാഹു ഇഷ്ടപ്പെടുന്ന പോലെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാര് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് പോലും ഇതിന്റെ താഴെയാണോ, അതായത് അതിനേക്കാളും ഉത്തമമാണോ എന്ന് ചോദിച്ചു. ഈ 10 ദിവസങ്ങൾ വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരവും ഇതിനോടൊപ്പം എത്തുകയില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി തുമ്മ ലം യർജിഅ മിൻ ദാലിക ബിശൈ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പുറപ്പെട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതിരുന്ന ഒരു മനുഷ്യനൊഴികെ എന്ന് അതിന് മറുപടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറെയും ഹദീസുകൾ ഈ ദിവസങ്ങളുടെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത വിളിച്ചോതുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ വൽ ഫജ്രി വലയാലിൻ അശ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ഫജ്റിനെ തന്നെയാണ് സത്യം, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്രിൻ, 10 രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ്, 10 രാവുകളെ കുറിച്ചാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്.